ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വന്യജീവി ടോയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. ഇത് ഭയങ്കര ഒരു പ്രത്യേക ടൈപ്പ് ടോയാണ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സിസ്റ്റർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടോയ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ വന്യജീവി ടോയ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ടൊക്കെ ഇടുമ്പോൾ ഞാൻ ചളുങ്ങി പോകുന്ന ടൈപ്പ് ടോയാണ്. നമ്മളിത് ഭിത്തിയോടൊക്കെ വലിച്ചിങ്ങനെ എറിയുവാണെങ്കിൽ അവിടെ തന്നെ ഒട്ടിയിരിക്കും. അതുകൊണ്ട് നമ്മളെടുത്താലേ അത് വരത്തുള്ളൂ. വലിയ ദൂരത്തിലൊന്നും വലിച്ചെറിയരുത്, പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും ദൂരത്തിൽ വലിച്ചെറിയാവുള്ളൂ. ഇത് എങ്ങനെ വേണമെങ്കിലോ നമ്മളിങ്ങനെ തലയൊക്കെ ആണിങ്ങനെ താഴോട്ടടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും. ഭയങ്കര കോമഡിയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോയാണ്. ഇതിൻ്റെ ഈ സൈസും ഉണ്ട്, പിന്നെ ഭയങ്കര വലിയ സൈസും ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ വേറെ ടൈപ്പ് ടോയ്സും ഉണ്ട്. ഇത് ഭയങ്കര ഫണ്ണി ടോയാണ്. നമുക്ക് ഇതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ വലിച്ച് നീട്ടാം. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ആക്കാം. തലയൊക്കെ വേണ്ട ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വെക്കാം. ഇതിൻ്റെ അകത്തിലെന്ന് പറയുന്നത് ഒരുമാതിരി ഗോതമ്പ് പൊടി കൊടുത്ത ഒരു സാധനമാണ്. പിന്നെ നമ്മൾ വലിയായിട്ടൊന്ന് വലിച്ചൊക്കെ കീറാന്ന് പോയി കഴിഞ്ഞാലൊന്നും ഇതിനൊന്നും പറ്റത്തില്ല. നമ്മൾ കുത്തിയൊക്കെ കീറുവാണെങ്കിൽ ഇത് പൊട്ടിപ്പോയെന്നിരിക്കും. പിന്നെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വലിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതിന് 99 റുപ്പീസേ ഉള്ളൂ. പിന്നെ എൻ്റെ വലുത് ടൈപ്പും വിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാനിതാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഈ പർച്ചേസ് ചെയ്ത പേജ് വലുതായിട്ടായിരുന്നു കാണിച്ചത്. വന്നപ്പോൾ ചെറുതാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വലുതുകൂട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ആക്കാം. ഒരു റൗണ്ട് ഷേപ്പിലാക്കാം. പക്ഷെ കറക്റ്റ് റൗണ്ടൊന്നും അറിയത്തില്ല. പിന്നെ നേരെയൊക്കെ ആക്കാം. ചെറിയ കായൊക്കെയാണുള്ളത്. പിന്നെ ഇത് ഭയങ്കര ചെറുതാണ്. ഇനി നമ്മുടെ കൈയുടെ അത്രയൊക്കെ ഉള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെച്ച് സാധനമാണ്. നമുക്ക് എങ്ങനെ രീതിയിലാണെങ്കിലും ഇതിനെ ആക്കാം. നമ്മളിപ്പോൾ ഇത് താഴോട്ട് ഇങ്ങനെ ഇടുവാണെങ്കിൽ ഫുള്ള് ചളിഞ്ഞ് ഇങ്ങനെ ആയിരിക്കും എൻ്റെ അവസ്ഥ. നമ്മൾ താഴോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നേരെ ആക്കാൻ പറ്റും. ഇങ്ങനെ കുറച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ടോയ്. പിന്നെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.